നമസ്കാരം. ചിലപ്പോൾ ചിലർ ഇങ്ങനെയാണ്. ചിലപ്പോൾ സത്യം അങ്ങ് പറഞ്ഞു പോകും. പറയുന്നത് വളരെ വലിയ കാര്യങ്ങൾ പറയുമെങ്കിലും അതിൻ്റെ ഉള്ളിലെ കള്ളത്തരം ചിലപ്പോൾ അറിയാതെ വിളിച്ചു പറഞ്ഞു പോകും. ഞാനിത് പറയുന്നത് നമ്മുടെ കേരള മുഖ്യമന്ത്രി മിസ്റ്റർ PV കുറിച്ചാണ്. PV എന്നാൽ പിണറായി വിജയൻ. അപ്പോൾ എന്തായാലും PV എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. എന്തായാലും നമ്മുടെ PV എപ്പോഴും ഇങ്ങനെ ഗീർവാണം ഉഴക്കുന്ന ആളാണ്. ഞാൻ ഒരു സംഭവമാണ്, ഞങ്ങൾ ചെയ്യുന്നതെല്ലാം വലിയ സംഭവമാണെന്നൊക്കെ. പക്ഷേ ചിലപ്പോൾ ഈ പറഞ്ഞ് അങ്ങോട്ട് ആവേശം കൂടുമ്പോഴോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒന്ന് കുത്തിപ്പറയാൻ നോക്കുമ്പോഴോ ഉള്ള സത്യം തുറന്നു പറയും. ഇപ്പോൾ ഈ PVയുടെ നേതൃത്വത്തിൽ വലിയൊരു രാജകീയ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്, യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്രയെക്കുറിച്ച് ആദ്യമൊക്കെ പറഞ്ഞത്, സംഘടിപ്പിക്കുമ്പോൾ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞത്, ജനങ്ങളുടെ ഇടയിലേക്ക് മന്ത്രിസഭ എത്തുകയാണ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ, മനസ്സിലാക്കാൻ, അവരുടെ പരാതികൾ കേൾക്കാൻ, പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങളിതാ നിങ്ങൾ അടുത്തേക്ക് ഇറങ്ങുന്നു, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുന്നു, ജനകീയ ഗവൺമെൻറ്റാണിത്, അതുകൊണ്ട് ജനകീയ ഗവൺമെൻറ് ഞങ്ങൾ ജനങ്ങളുടെ അടുത്തേക്ക് വരുന്നു, നിങ്ങളെ കേൾക്കാൻ, നിങ്ങളെ അറിയാൻ, നിങ്ങളുടെ പരാതി കേൾക്കാൻ എന്നാണ് ഈ ഗവൺമെൻറ് പറഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വലിയ കോലാഹലങ്ങളോടുകൂടി ഈ ജനകീയ യാത്ര എന്ന പേരിൽ ഈ രാജകീയ യാത്ര നടത്താൻ തീരുമാനിച്ചതും തുടങ്ങിയതും. അതിനുശേഷം ഈ യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ യാത്ര വല്ലാതെ സ്വഭാവം മാറി. അത് പരാതികളൊന്നും കേൾക്കാതായി, പരാതി പറയുന്നതൊന്നും ശ്രദ്ധിക്കാതായി, അത് ഉദ്യോഗസ്ഥന്മാരുടെ മണ്ടയിൽ കൊണ്ടുവച്ചു. എന്നിട്ട് വലിയ വലിയ പ്രമുഖന്മാരെ കാണാനും അവരുമായിട്ട് ഭക്ഷണം കഴിക്കാനും തുടങ്ങി. എന്നാൽ കോട്ടയത്ത് ഒരു സംഭവം നടന്നു. കോട്ടയത്തെ അവിടുത്തെ MP തോമസ് ചാഴിക്കാടൻ ചില പരാതികൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് പിന്നീട് മുഖ്യമന്ത്രി സംസാരിച്ചപ്പോൾ ചില കാര്യങ്ങൾ പറഞ്ഞു. അവിടെയാണ് ഈ കള്ളി വെളിച്ചത്തായത്, കള്ളത്തരം പുറത്തു വന്നത്. ഞാൻ മുഖ്യമന്ത്രി പ്രസംഗിച്ചത് നിങ്ങളെ ഒന്നുകൂടി ഞാൻ വായിച്ചു കേൾപ്പിക്കാം. പ്രധാനമായിട്ടും അദ്ദേഹം പറഞ്ഞത് പരാതികൾ സ്വീകരിക്കലല്ല ഇതിൻ്റെ പ്രധാന കാര്യം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആദ്യം പറഞ്ഞതും തുടങ്ങിയപ്പോഴും പറഞ്ഞതും സർക്കാർ പത്രക്കുറിപ്പ് ഇറക്കിയതും എന്താണ്? പരാതികൾ കേൾക്കാനാണ് ഞങ്ങൾ ഇറങ്ങുന്നത്, ജനങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങുന്നു എന്നാണ്. എന്നാൽ കോട്ടയത്ത് ചാഴിക്കാടൻ 1-2 പരാതികൾ പറഞ്ഞപ്പോൾ പരാതികൾ കേൾക്കാനല്ല ഇതിൻ്റെ പ്രധാന കാര്യം, ചില ഉദ്ദേശങ്ങളുണ്ട് എന്നാണ്. എന്തിനാണ് ഈ പരിപാടി സംഘടിപ്പിച്ചതെന്ന ബോധ്യം നാടിനാകെ ഉണ്ടായിക്കഴിഞ്ഞതാണ്. പക്ഷേ നമ്മുടെ ഇവിടത്തെ കാര്യങ്ങൾ ആദ്യം അവതരിപ്പിക്കുന്ന ഒരാളുണ്ടല്ലോ, അദ്ദേഹത്തിന് എന്തിനാണ് സംഘടിപ്പിക്കുന്നതെന്ന് പിടികിട്ടിയിട്ടില്ല. എന്ന് വെച്ചാൽ MP ചാഴിക്കാടനെയാണ്. പേര് പോലും പറയാൻ അദ്ദേഹത്തിന് വലിയ വെറുപ്പായി പോയി. കാരണം ഈ വേദിയിൽ വന്ന് 1-2 കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞുപോയി. അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് PV പറഞ്ഞു, ഇവിടെ ഒരാളുണ്ടല്ലോ, വന്ന് 1-2 കാര്യങ്ങൾ പറഞ്ഞല്ലോ, അയാൾക്ക് ഇതെന്താണെന്ന് അറിഞ്ഞുകൂടാ, എന്തിനാണ് സംഘടിപ്പിച്ചതെന്ന് പറഞ്ഞാൽ അത് ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയാണല്ലോ എന്നതാണ് എൻ്റെ പറയുന്നു വരുന്നത്. എന്തായാലും അതിൻ്റേതായ അവതരണമാണ് ഇവിടെ നടത്തിയത്. എന്തോ പരാതികൾ സ്വീകരിക്കാൻ ഞങ്ങൾ എങ്ങനെ പുറപ്പെട്ടതാണെന്ന മട്ടിലാണ് അദ്ദേഹം പറഞ്ഞതായി കേട്ടത്. അല്ലേ? അങ്ങനെയല്ലേ? എന്തോ പരാതികൾ സ്വീകരിക്കാൻ വേണ്ടിയല്ലേ നിങ്ങൾ യാത്ര തിരിച്ചത്? അതുകൊണ്ടല്ലേ അവിടുത്തെ MP ആയ തോമസ് ചാഴിക്കാടൻ നിങ്ങളോട് പരാതി പറഞ്ഞത്? അങ്ങനെ അല്ലേ നിങ്ങൾ ജനങ്ങളോട് ആദ്യം പറഞ്ഞത് പരാതി സ്വീകരിക്കാൻ? അപ്പോൾ അല്ല എന്നാണ് അദ്ദേഹം മുഖ്യമന്ത്രി PV പറയുന്നത്. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യം മാത്രമാണ്, അതൊരു നിസ്സാര കാര്യമാണ്. അത് ആളുകൾ ചുമ്മാ ഞങ്ങൾ വരുന്നത് കൊണ്ട് കുറേ പരാതികളും കൊണ്ട് വരുന്നു, അതുകൊണ്ട് കുറേ ഉദ്യോഗസ്ഥന്മാരെത്തി വാങ്ങിക്കുന്നു, അതാണ് ആ പറയുന്നതിൻ്റെ ധ്വനി. പരാതികൾ ഇതിൻ്റെ ഭാഗമായി വരുന്ന ഒരു കാര്യമാണ്. പരാതികൾ എപ്പോഴും മന്ത്രിമാർ പോകുമ്പോൾ കൊടുക്കുമല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. മന്ത്രിമാർ എവിടെ ചെന്നാലും ജനങ്ങൾ പരാതി കൊടുക്കുമല്ലോ. ആ കൂട്ടത്തിൽ ഞങ്ങളിപ്പോൾ വന്നപ്പോൾ ഞങ്ങൾക്ക് പരാതിയൊന്നും, അല്ലാതെ ഞങ്ങൾ പരാതി സ്വീകരിക്കാൻ ഇറങ്ങിയതല്ല. എന്തു പച്ചയായിട്ട് ഉള്ള യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു എന്ന് നോക്കുക. നമ്മുടെ നാട് നേരിടുന്ന പ്രശ്നങ്ങൾ ജനസമക്ഷം അവതരിപ്പിക്കാനാണ് കേരളത്തിന് നേരെയുള്ള കേന്ദ്രത്തിന് വിവേചനം ജനസമക്ഷം അവതരിപ്പിക്കേണ്ടതുണ്ട്, അതിനാണ് ഇറങ്ങിയത്. നമ്മുടെ നാട് എവിടെ എത്തി, ഇനി എങ്ങോട്ട് എന്തൊക്കെ ചെയ്യാനുണ്ട് എന്നതും അവതരിപ്പിക്കേണ്ടതായുണ്ട്. അത് വേണ്ടത്ര മനസ്സിലാക്കാതെയുള്ള അവതരണമാണ് നടന്നത്. തോമസ് ചാഴിക്കാടൻ ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇയാൾ വെറും ഒരു സാധാരണ രാഷ്ട്രീയക്കാരനാണ്, അദ്ദേഹത്തിൻ്റെ ആൾ മരിച്ചപ്പോൾ, ബന്ധു മരിച്ചപ്പോൾ, ചേട്ടൻ മരിച്ചപ്പോൾ കയറി വന്ന ആളല്ലേ, അതുകൊണ്ട് അത്രയ്ക്കുള്ള വിവരമേ ഉള്ളൂ എന്ന തരത്തിലാണ് ചാഴിക്കാടനെ വിലയിരുത്തിയത്. ബഹുമാനപ്പെട്ട ചാഴിക്കാടനും അത് വേണ്ടത്ര
ഉൾക്കൊണ്ടതായി കരുതുന്നില്ല. അത് നിർഭാഗ്യകരമായി എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. എന്തായാലും നമ്മുടെ ഈ പറഞ്ഞത് ഈ കേന്ദ്രത്തിൽ ഏറ്റവും കേരളത്തിന് നേരെയുള്ള കേന്ദ്രത്തിന് വിവേചനം ജനസംശയം അവതരിപ്പിക്കേണ്ടതുണ്ട്, അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയതെന്നാണ് ഇപ്പോൾ പറയുന്നത്. എന്നാൽ ആദ്യം അങ്ങനെയല്ല പറഞ്ഞത്. പോട്ടെ, ഇപ്പോൾ പറഞ്ഞത് നമുക്ക് വിശ്വസിക്കാം. അതായത് കേന്ദ്രത്തെ നടത്തുന്ന അവഗണനയ്ക്കെതിരെ ജനങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇറങ്ങിയെന്ന്. എൻ്റെ പൊന്നെ, ഞങ്ങൾ ചോദിക്കുന്നു മിസ്റ്റർ PVയോട്, ഈ കേന്ദ്രത്തിന് എതിരായിട്ട് അല്ലെങ്കിൽ കേന്ദ്രം പറയുന്ന കാര്യങ്ങൾ പറയാൻ നിങ്ങൾ 1, 2, 3, 10 പത്രസമ്മേളനം നടത്തി പറഞ്ഞാൽ പോരെ? മാധ്യമങ്ങൾ അത് വളരെ കാര്യമായിട്ട് വാർത്തകൾ ചെയ്യുന്നില്ലേ? ഇപ്പോൾ തന്നെ ചെയ്യുന്നില്ലേ? ഇപ്പോൾ നിങ്ങൾ ഈ സദസ്സിൽ വെച്ച് പറയുന്ന വാർത്താ സമ്മേളനങ്ങളിൽ കേന്ദ്രത്തിനെതിരായി പറയുന്ന മുഴുവൻ നല്ല വാർത്തയാകുന്നില്ലേ? ആ ദേശീയ തലത്തിൽ പോലും നല്ല വാർത്തയാകുന്നില്ലേ? പിന്നെ എന്തിനാണ് താങ്കൾ ഈ കോടികൾ മുടക്കി ഈ സെക്രട്ടേറിയറ്റിനെ അടച്ചു പൂട്ടിയിട്ടിട്ട് കോടികൾ മുടക്കി ഒരു വലിയ ആഡംബര ബസ്സും വാങ്ങി അതിനകത്ത് ഇങ്ങനെ സ്കൂളുകളുടെ മതിലുമൊക്കെ ഇടിച്ചു പൊളിച്ചുകൊണ്ട് പിന്നെ ഈ എതിർക്കാൻ വരുന്ന അല്ലെങ്കിൽ പ്രതിഷേധം നടത്തുന്നവർക്കെതിരെ പിന്നെ ചെടിച്ചട്ടി കൊണ്ടടിച്ചും ഈ ഹെൽമറ്റ് കൊണ്ടടിച്ചും അക്രമങ്ങൾ പ്രോത്സാഹിപ്പിച്ചും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ കേന്ദ്രത്തിന്റെ അവഗണന ജനങ്ങളുടെ എത്തിക്കുന്നത്? എത്തിയിട്ടുണ്ടോ? ഒരു സത്യം ചോദിക്കുന്നു. നിങ്ങൾ ഈ കോട്ടയം വരെ എത്തിയിട്ടും ഈ പറയുന്ന കേന്ദ്രം നിങ്ങൾ പറഞ്ഞല്ലോ പിന്നെ കേരളത്തിന് നേരെയുള്ള കേന്ദ്രത്തിന് വിവേചനം ജനസംശയം അവതരിപ്പിക്കേണ്ടതുണ്ട്, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? സത്യത്തിൽ ജനങ്ങൾ ഇപ്പോൾ വെറുത്തിരിക്കുന്നു, ജനങ്ങൾ ബുദ്ധിമുട്ടിൽ പോകുന്നു. നിങ്ങളുടെ യാത്ര ജനങ്ങൾക്ക് വളരെ വിഷമകരമായി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നിങ്ങൾ കേന്ദ്രത്തിനെതിരായിട്ട് പറയുന്നുണ്ടോ ഇല്ലേ എന്നൊന്നും ജനങ്ങൾ കേൾക്കുന്നില്ല. ജനങ്ങളത് ചെവിക്കൊള്ളാനും പോയിരിക്കുന്നില്ല. ഇയാൾ പോയി തൊലയട്ടെ എന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ പ്രതികരിക്കുന്നതെന്ന് മനസ്സിലാക്കാനെങ്കിലുമുള്ള ബോധം മിസ്റ്റർ PV താങ്കൾക്കുണ്ടാകണം.